തയ്യൽ സാധനമൊക്കെ മേടിച്ച് കൂട്ടുന്നതിനകത്ത് ക്രേസ് ഉള്ളവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. എൻ്റെ കുറച്ച് പൈസ പോയിട്ടുണ്ട്. നിങ്ങളുടെ പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. യൂട്യൂബിൽ ഈ സ്റ്റിച്ചിങ്ങിൽ വെസ്റ്റേൺ ചാനൽസ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ അല്ല പുറത്തെ വിദേശത്തെ. അപ്പം അങ്ങനെയുള്ളവരുടെ ചാനൽസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇത്. ഹീറ്റ് ആൻഡ് ബോണ്ട് അൾട്രാ ഹോൾഡ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ റിവിൽസിബിൾ ടേപ്പ് ഉണ്ടല്ലോ, അതും അല്ലെങ്കിൽ ഡബിൾ സൈഡഡ് ഫ്യൂസിങ് ടേപ്പ് എന്നൊക്കെ പറയുന്ന ഇപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആകുന്ന ഒരു ടേപ്പ്. അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ് ഇത്. അപ്പോൾ എനിക്ക് പൊതുവേ ഈ ഹെമ്മിങ് ചെയ്യുന്നതിനോട് നല്ല മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഹീറ്റ് ആൻഡ് ബോൺ എന്ന് പറയുന്ന സംഭവം അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വൺസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ സൈഡഡ് ഫ്യൂസിങ് ടേപ്പിൻ്റെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളകി വരുമല്ലോ, ഒരു നനയൊക്കെ കഴിയുമ്പോഴത്തേന് ഇളകി വരും. നമ്മൾ തയ്ച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഇളകി വരും. ഇത് പക്ഷേ അങ്ങനെ വരത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ലൈവായിട്ട് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഒരു ഷൈനിങ് പോർഷനും ഉണ്ട്, ഇപ്പുറത്തൊരു പേപ്പർ ഭാഗമുണ്ട്. ഈ ഷൈനിങ് വരുന്ന ഭാഗമാണ് ഇതിൻ്റെ പശ എന്ന് പറയുന്നത്. ഞാൻ ചെറിയൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഷൈനിങ് ഉള്ളിടം ഇച്ചിരി പരുപരാന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ വേണം ഒട്ടിക്കാനെന്ന് വെച്ചാൽ, പശയുള്ള ഭാഗം, പരുപരാന്നിരിക്കുന്ന ഭാഗം ക്ലോത്തിനെ ഫേസ് ചെയ്ത് വെച്ച് ഈ പേപ്പർ ഭാഗത്ത് ഒന്ന് അയൺ ചെയ്ത് വെച്ച് കൊടുക്കുക. അത്യാവശ്യം ഒരു ഹീറ്റ് വേണം. ഓൾമോസ്റ്റ് ഒരു 10 സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ പശയുള്ള ഭാഗം ആ ക്ലോത്തിൽ ഇങ്ങനെ സ്റ്റിക്കായി കഴിഞ്ഞ ശേഷം നമ്മളിതായി കാണുന്ന പേപ്പർ ഭാഗം ഉണ്ടല്ലോ, അതിനെ എടുത്ത് മാറ്റി കളയണം. എന്നിട്ട് നമുക്ക് ഏത് ഫാബ്രിക്കാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഹീറ്റ് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും 10 സെക്കൻഡ് വെച്ച ശേഷം അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ചൂടുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ് ഉള്ളത്. എൻ്റെ 1500 രൂപ പോയ വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന്. എന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ ഞാൻ പിന്നെയും മേടിക്കും. സത്യം പറയാമല്ലോ, നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഇവിടം കൊണ്ടൊന്നും ഞാൻ തളർന്നില്ല. ആമസോണിൽ ഏകദേശം ഇതേ പരിപാടി ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചു. ഇത് ഒരു A4 സൈസ് ഷീറ്റാണെന്നൊക്കെ തോന്നും, പക്ഷേ അതങ്ങനെ അല്ല. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെപ്റ്റ് സെയിം ആണേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും പാച്ചസ് പോലെ എന്തെങ്കിലും വെക്കണം എന്ന് വിചാരിക്കുക, ഡ്രസ്സിൽ തയ്യലൊന്നും കാണാത്ത രീതിയിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഇതുപോലൊരു ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഹീറ്റ് കൊടുത്ത് ഒട്ടിച്ച് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ 250 രൂപയ്ക്ക് ഞാൻ മേടിച്ച ഈ ഷീറ്റ്, ഇതൊന്നല്ല ഒരു 10 ഷീറ്റോളം കിട്ടുന്നുണ്ട്. ഇത് മുത്താണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചില ടൈപ്പ് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് തോന്നത്തില്ല ഇവിടെ സ്റ്റിച്ച് വേണ്ട എന്നൊക്കെ തോന്നുന്ന ഭാഗത്ത് ഈ സംഭവം നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒന്ന് പേപ്പർ ഷീറ്റ് പോലത്തെ സംഭവം, ഒന്ന് ഇങ്ങനെ റോള് പോലെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടിൽ നിന്നും ഏകദേശം സിമിലർ സൈസിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ പേപ്പർ ഷീറ്റിൻ്റെ പീസാണ്. ഇത് സെയിം പരിപാടി തന്നെ. ഒട്ടിച്ച് വെക്കുക, ഒരു 10 സെക്കൻഡത്തേക്കിന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് മാറ്റുക, എന്നിട്ട് ആ പേപ്പർ ഷീറ്റിനെ മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ക്ലോത്ത് തിരിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ഊരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ട ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഹീറ്റ് കൊടുക്കുക. ഇത് ഞാൻ മറ്റേ ആ ഹീറ്റ് ആൻഡ് ബോണ്ട് എന്ന് പറയുന്നതിൻ്റെ ആ റോളില്ലായിരുന്നോ, അതിനൊരു അവസരം കൂടെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് രണ്ടിലും ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, A4 സൈസിൻ്റെ ആ പേപ്പർ ഷീറ്റ് ഉണ്ടല്ലോ അതൊരു ഇച്ചിരി കട്ടിയുണ്ട്, അതിൻ്റെ പശയൊക്കെ നല്ല തിക്കാണ്. അതേ സമയത്ത് ഈ റോളായിട്ട് വരുന്ന സംഗതി അത്ര കട്ടിയുള്ളതല്ല, ഭയങ്കര തിന്നാണ്. അപ്പോൾ ഏകദേശമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്നോർത്തു. അപ്പോൾ ഇത് മറ്റേ റോളിൻ്റെ ആണേ. ഇത് സുഖമായിട്ട്
വലിച്ചു കഴിഞ്ഞാൽ പോരും. സുഖമായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ബലം കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ വലിച്ചു പോരും. മറ്റേ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ അതേപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ തെറ്റിയില്ല. 250 രൂപയുടെ പെർഫോമൻസ് അല്ല ഈ സംഭവം കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആണ്. ഇത്രയും വലി ഞാൻ ത്രെഡിൽ പിടിച്ച് വലിച്ച ഉറപ്പായിട്ടും അത് പൊട്ടിപ്പോവും. അത് മാത്രമല്ല, ഞാൻ വാഷ് ചെയ്തിട്ടും നോക്കി. അതായത് വാഷ് ചെയ്ത് ഇതൊന്ന് സെറ്റ് ആവാനുള്ള ടൈം കൊടുക്കണം. നമ്മൾ വാഷ് ചെയ്താൽ നനവോടെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പോരും. അത് പശയല്ലേ. അതേസമയത്ത് അതൊന്ന് സെറ്റ് ആവാനായിട്ടൊരു ടൈം. ഇപ്പം നമ്മൾ വാഷ് ചെയ്തു അലക്കി ഉണക്കി എടുക്കുമല്ലോ, അപ്പോഴേക്കും അത് സെറ്റായിക്കോളും. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നില്ലേ ഈ വീഡിയോയ്ക്കകത്ത്, അത് ആക്ച്വലി ഞാൻ അധികം അങ്ങ് ഹീറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് ഇതിൻ്റെ പശ ഇത്തിരി തിക്കാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് മെൽറ്റ് ആവാനായിട്ടുള്ളൊരു ഹീറ്റ് അതിന് കിട്ടിയിട്ടുണ്ടായില്ല. അത് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്കത് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഒരു പ്രാവശ്യം കൂടെ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്നോർത്തു. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്തേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ആ പശയിൽ ഒട്ടിച്ചേക്കുന്ന ആ പേപ്പറില്ലേ, അതിനെ അങ്ങനെ അങ്ങ് മാറ്റി. എന്നിട്ട് ഇതങ്ങ് ഡയറക്റ്റായിട്ട് വെച്ച് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇത് എന്നിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് ഒന്ന് നോക്കുവാണ്. അപ്പോൾ ഇപ്രാവശ്യം സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ്. അതായത് രണ്ടാമത് നമ്മൾ ഒട്ടിച്ചല്ലേ, രണ്ടാമത് നമ്മൾ വെച്ച പശ അത് ഈ പറയുന്ന കണക്ക് അത്ര മെൽട്ടായി വന്നില്ല. അതേസമയം നമ്മൾ ആദ്യം ഒട്ടിച്ച ആ പശ അത് നല്ല സെറ്റായി. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശരിക്കും നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ അത്യാവശ്യം ബലം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പശ ഇളകി വരുന്നുണ്ട്. പക്ഷെ ആദ്യത്തേത് നല്ല സെറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയും തമ്മിൽ അങ്ങ് ചേർന്ന് ഫെവിക്കോൾ പോലെ ഒട്ടിയിരിപ്പുണ്ട്. നല്ല ബലം കൊടുക്കണം. നല്ല ബലം കൊടുത്താൽ മാത്രമേ അത് വിട്ട് കിട്ടത്തുള്ളായിരുന്നു. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ വിടിച്ചെടുക്കുമായിരുന്നു. അതൊന്ന് അതിൻ്റെ ആ സ്ട്രെങ്ത് എന്തോരം ഉണ്ടെന്നൊന്ന് അറിയാൻ കരുതിയിട്ട്. ഒന്നെങ്കിൽ നമ്മൾ സമയമെടുത്ത് ഇത് ഹീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂട് കൂട്ടി വെച്ചിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടുമേ. അപ്പോൾ ഈ 1500 രൂപ പോയത് വെച്ച് നോക്കുമ്പോൾ ഈ സാധനം പൊളിയാണ്. പൊളിയെന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്ക് ഇങ്ങനൊരു പെർഫോമൻസ് സൂപ്പറല്ലേ. പിന്നെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് മേടിച്ച് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നൊക്കെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് ഒരു രസമാണല്ലോ. ഇത് ഏറ്റവും അടിപൊളിയാവുന്നത് മിക്കവാറും ഈ പാച്ച് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പറായിരിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിച്ചു, അതിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്കത് കൈത്തയ്യൽ കൊടുത്തിരിക്കാൻ നല്ല സമയം എടുക്കുമായിരിക്കും. അപ്പോൾ ഇതേ കണക്ക് ഈ ഷേപ്പിന് അതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഹീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് അങ്ങനെ ഇരുന്നോളും. അപ്പം ഞാനിപ്പോൾ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ, ഈ ഹെമ്മിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുമ്പോഴത്തേനും ഈ സംഭവം ഈ പേപ്പറില്ലേ, ഇതിങ്ങനെ ഭയങ്കര നേരിയ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ പേപ്പർ പീസിനെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഒട്ടിച്ചെടുക്കും. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു കൊച്ചിനൊരു ബ്ലൗസ് ഞാൻ തയ്ച്ചു കൊടുത്തപ്പോഴത്തേന് ഈ സംഭവം വെച്ചാണ് ഞാൻ അതിൻ്റെ എല്ലാ ഫിനിഷിങ് പാർട്ടും ചെയ്തെടുത്തത്. അതായത് നെക്കും സ്ലീവും ബാക്ക് പീസിലെ പടിയും എല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടൊന്നും ആരും ശ്രദ്ധിക്കത്തില്ലെന്ന്. പക്ഷെ ആ കൊച്ചെന്നോട് ചോദിച്ച്, ചേച്ചി നമ്മൾ ആ ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇതിനകത്ത് കാണുന്നില്ലല്ലോ, നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷായിട്ട് നിൽപ്പുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഈശ്വരാ, പൈസ പോയാലും വേണ്ടില്ല, അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് ഇപ്പം അതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇതുവരെ ആരും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കാത്തവരാണ് കൂടുതൽ പേരും. ചിലർക്ക് ഹെമ്മിങ് തന്നെ വേണമെന്നുള്ളവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. നമുക്ക് എന്ത് വേണോ ചെയ്തോന്നും പറഞ്ഞ് നമുക്ക് തരുന്ന ആൾക്കാരുണ്ട്. അപ്പം കുറച്ചൊക്കെ ഇതിപ്പോൾ നശിച്ചു പോകുന്നില്ലല്ലോ.
ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മിക്ക ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഹെമ്മിങ് വരുന്ന ആ നൂലിങ്ങനെ പോലെ, അതൊരു അഭംഗി പോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് അങ്ങനെ ഇല്ല. അപ്പം നമുക്ക് ഒരു 250 രൂപ മുടക്കി ഇതുപോലെ ചെറിയ നേരിയ പീസുകളാക്കി എടുത്തിട്ട് ചെയ്ത് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ മറ്റേ 1500 സാധനം മേടിക്കരുത്, അത് വൺ ഫ്ലോപ്പാണ്. അത് മേടിക്കുകയേ ചെയ്യരുത്. അതേസമയത്ത് ഇതിനകത്ത് നിങ്ങൾക്കൊരു കൈ നോക്കാം. അപ്പം ഞാൻ പേഴ്സണലി നനച്ചൊക്കെ നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നനച്ച ഉടനെ വലിക്കുവാണെങ്കിൽ ആ പശ മെൽട്ടായി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അതത്ര സെറ്റാകത്തില്ല. അതേസമയത്ത് അതൊന്ന് ഉണങ്ങിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹെമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ആ ഔട്ട്ഫിറ്റിൻ്റെ ലുക്കും ഒരു രസമായിരിക്കും. ഈ വെസ്റ്റ് സൈഡ് എന്നൊക്കെ പറയുന്ന ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ കയറുമ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ലേ, തയ്യലില്ല, പക്ഷേ സാധനം തയ്ച്ച പോലെ തന്നെ ഇരിക്കുന്നുമുണ്ട്. തയ്യലിൻ്റെ ഒരു സാധനവും കാണത്തില്ല. മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കാം കേട്ടോ, എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയത്തില്ല. വീഡിയോസൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് ചാനൽസിനകത്തൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അവസരം കൊടുക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ശരി, അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.